അല്ല, രാഷ്ട്രീയത്തിൽ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ഞങ്ങൾ രണ്ടുപേരും തൊഴിൽപരമായി നടന്മാർ തന്നെയാണ്, അതിൽ തെറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ പണ്ട് കാലത്താണ് ഇങ്ങനെ ഡയറിയും കക്ഷത്ത് വെച്ച് കുറച്ച് പേര് തുടങ്ങിയ കാലമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലൂടെ വന്ന് അത് മാത്രം ചെയ്ത് അതായത് അഴിമതിയും മറ്റതും പ്രവർത്തികൾ ചെയ്ത് ഇന്നതിൻ്റെ കാലം മാറിയിരിക്കുക. എല്ലാ മേഖലകളിൽ നിന്നും ആർക്കും എവിടെയും വരാം. ഉദാഹരണം സിനിമയിൽ പണ്ടെന്താണ്, ഒരു ചെറിയ നടനായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് വരാം, ആയുസ്സുകാലം മുഴുവൻ അവർ നടനായി കഴിയുന്നു. ഇന്ന് അങ്ങനെയല്ല. എഞ്ചിനീയേഴ്സ് വരുന്നു, ജേർണലിസ്റ്റ് മേഖലയിൽ നിന്ന് വരുന്നു, ഡോക്ടേഴ്സ്, സർവ്വ മേഖലയിൽ നിന്നും ഇന്ന് ആൾക്കാർ അഭിനയിക്കാൻ വരുന്നത് പോലെ ഇന്ന് രാഷ്ട്രീയത്തിൽ പഠിപ്പും വിവരമുള്ള മറ്റു മേഖലകളിൽ നിന്നും ആളുകൾ വരണം, എന്നാലേ ആ രാഷ്ട്രീയത്തിൻ്റെ ലെവൽ ഉയരത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലിപ്പോൾ നടൻ വരുന്നു എന്ന് വെച്ചാൽ എന്താണ് തെറ്റെന്ന് ഇതുവരെ പിടിയിട്ടില്ല. ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം ഒരു നടനായിരുന്നു, അദ്ദേഹം മന്ത്രിയായില്ലേ, അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ജനങ്ങൾ. അതുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ആരൊക്കെയാന്ന് നോക്കുക. MGR ആയിക്കോട്ടെ, ആന്ധ്രയിലെ NTR ആയിക്കോട്ടെ, അവരെല്ലാം ശ്രീമതി ജയലളിത, ഇവരെല്ലാവരും സിനിമ സ്ക്രീനിൽ നിന്ന് വന്നവരാണ്, വളരെ സക്സസ്ഫുൾ ആയവരാണ്. അതുകൊണ്ട് ഇന്ന മേഖലയിൽ ഇന്ന ആൾക്കാർ വരാൻ പാടില്ലെന്നില്ല, സർവ്വ മേഖലയിലും സർവ്വ ആൾക്കാരും വരണം, എന്നാലേ ആ മേഖല വളരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതിനകത്ത് നമ്മളെല്ലാം നോക്കുക. ഒരു കിയ എന്നൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കാറ് ഇറക്കിയപ്പോൾ കിയയുടെ അക്ഷരം ഒരു സ്റ്റൈലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി കാലമനുസരിച്ച് ജനങ്ങളുടെ, അതായത് യുവാക്കൾ, അവരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പലരും പലതും മാറ്റും. അതുപോലെയുള്ളൂ, എപ്പോഴും ഈ ലോഗോസ് മാറണം. നമ്മൾ തന്നെ മനുഷ്യരെ നോക്കുക. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഞാൻ ചെറുതിൽ ഇങ്ങനെയല്ല ഇരുന്നത്, എൻ്റെ ദേഹത്ത് ഇപ്പോൾ ചുളുക്ക് വരുന്നു, പലതും വന്നു തുടങ്ങി. അപ്പം മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, മാറ്റത്തെ സ്വീകരിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാവിയാണെങ്കിലും വെള്ളയാണെങ്കിലും പച്ചയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ നാഷണൽ ഫ്ലാഗിൽ തന്നെ ഉള്ളൊരു കളറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നിറങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു കളറാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു കളറാണ് സാഫ്രൻ എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? പച്ച എന്നൊരു നിറമാണ്. പച്ച വളരെ സുന്ദരമായ ഒരു കളറാണ്. കാരണം എന്താ പറയുക, പച്ച പ്രകൃതിയുടെ കളറാണ്. അതിന് ഞാൻ അയ്യോ പച്ച വരാൻ പാടില്ല എന്ന് പറയും. ഇന്ത്യയിലെ നോട്ടിൻ്റെ കളർ പച്ചയാണ്, 500 നോട്ട്. ആരും മാറ്റാൻ പറയുന്നില്ല, ആരും ഇതിന് എതിർ ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയുന്ന നിറങ്ങൾ എല്ലാം സുന്ദരമായ സംഭവമാണ്. ഞാൻ എല്ലാ നിറങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് നിറങ്ങൾ ഏത് മാറിയാലും അത് നല്ല നിറങ്ങളായിട്ട് ഞാൻ കാണാറുള്ളൂ.